ഈ വീഡിയോയിൽ എന്താണ് ഓഹരി വിപണിയിലെ പോർട്ട്ഫോളിയോ എന്നും ഇവയുടെ പ്രാധാന്യവും ഏതെല്ലാം സെക്ടറുകൾ ഒരു പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാം. ആദ്യമായി പോർട്ട്ഫോളിയോ എന്നാൽ എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ കൈവശമുള്ള സമ്പാദ്യങ്ങളുടെ അഥവാ നിക്ഷേപങ്ങളുടെ മൊത്തം ശ്രേണിയെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇത് ഓരോ പ്രായത്തിനനുസരിച്ചും റിസ്ക് എടുക്കാനുള്ള ശേഷിയെ കൂടി കണക്കാക്കി വൈവിധ്യവൽക്കരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. പണമായി കൈവശമുള്ള സമ്പാദ്യം മുതൽ ഓഹരികൾ, ബോണ്ടുകളിലുള്ള നിക്ഷേപം, ബാങ്ക് നിക്ഷേപം, സ്വർണത്തിലുള്ള നിക്ഷേപം, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ഏത് തരത്തിലുള്ള നിക്ഷേപങ്ങളെയും ഒരുമിച്ച് പറയുന്നത് ഒരു വ്യക്തിയുടെ പോർട്ട്ഫോളിയോ എന്നാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ഓഹരി പോർട്ട്ഫോളിയോ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു വ്യക്തി കൈവശം വെച്ചിരിക്കുന്ന ഓഹരികളുടെ ശേഖരത്തെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നു. ഇനി നമുക്ക് ഒരു ഓഹരി പോർട്ട്ഫോളിയോ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ലാഭം പ്രതീക്ഷിച്ച് നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓഹരികളുടെ ശേഖരമാണ് സ്റ്റോക്ക് പോർട്ട്ഫോളിയോ. വിവിധ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വൈവിധ്യമാർന്ന സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇതിൻ്റെ പ്രധാന ഗുണം ഒരു മേഖല അല്ലെങ്കിൽ ആ മേഖലയിലെ ഓഹരി തകരുകയാണെങ്കിൽ മറ്റ് മേഖലയിൽ നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങളെ ഇത് ബാധിക്കുന്നില്ല എന്നതാണ്. വൈവിധ്യമാർന്ന ഒരു പോർട്ട്ഫോളിയോയിൽ വലിപ്പത്തിലും വ്യത്യസ്ത വ്യവസായ മേഖലകളിലും പെട്ട ഓഹരികൾ ഉൾപ്പെടുത്താവുന്നതാണ്. ഉദാഹരണത്തിന് ലാർജ് ക്യാപ്പ് ഓഹരികൾ, മിഡ് ക്യാപ്പ് ഓഹരികൾ, കൂടാതെ ചെറിയൊരു ശതമാനം ചെറുകിട കമ്പനികൾ അഥവാ സ്മോൾ ക്യാപ്പ് ഓഹരികൾ, ഇവയെല്ലാം കൂട്ടിക്കലർത്തി മികച്ചൊരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ്. ഇതിൽ തന്നെ വ്യത്യസ്തമായ സെക്ടറുകളിൽ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഉദാഹരണത്തിന് ഒരു പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തേണ്ട സെക്ടറുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് വ്യത്യസ്ത സെക്ടറുകൾ മാത്രമാണ്. വരും വീഡിയോകളിൽ മികച്ച കമ്പനികൾ ഉൾപ്പെടുത്തിയുള്ള സാമ്പിൾ പോർട്ട്ഫോളിയോകൾ ഉണ്ടാകും. ഒരു മികച്ച പോർട്ട്ഫോളിയോയിൽ ഫിനാൻസ്, IT അഥവാ ഇൻഫർമേഷൻ ടെക്നോളജി, ഓയിൽ ആൻഡ് ഗ്യാസ്, FMCG, ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കോമ്പോണൻറ്റ്സ്, മെറ്റൽസ് ആൻഡ് മൈനിങ്, ഹെൽത്ത് കെയർ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, കൺസ്ട്രക്ഷൻ, ടെലികമ്മ്യൂണിക്കേഷൻസ്, പവർ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, സർവീസസ്, കെമിക്കൽസ് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. എപ്പോഴും നിക്ഷേപിക്കുന്ന വ്യക്തിക്കനുസരിച്ചുള്ള പോർട്ട്ഫോളിയോകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങൾ പൊതുവെ ഉത്കണ്ഠാകുലരും നിങ്ങളുടെ ഓഹരികൾ സൂക്ഷ്മമായി നിങ്ങൾ നിരീക്ഷിക്കുന്നവരുമാണെങ്കിൽ അസ്ഥിരത കുറഞ്ഞ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതാണ് നല്ലത്. നിങ്ങളുടെ സ്റ്റോക്കുകൾ എത്രകാലം കൈവശം വയ്ക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും നിങ്ങൾ പരിഗണിക്കണം. ഹ്രസ്വകാലത്തേക്ക് വിപണിയിൽ സ്വാഭാവികമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും ദീർഘകാലത്തേക്ക് ഓഹരി നിക്ഷേപം സമ്പാദ്യം സൃഷ്ടിക്കാനുള്ള മികച്ചൊരു ഉപാധിയാണ്. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നിക്ഷേപകന് എത്രത്തോളം റിസ്ക് ഏറ്റെടുക്കാൻ കഴിയും എന്നതാണ്. നിക്ഷേപിച്ചിരിക്കുന്നത് മികച്ച ഓഹരികളിലാണെങ്കിൽ ഈ റിസ്കിനെ ദീർഘകാലയളവിൽ മറികടക്കാനാവുന്നതാണ്. ഇതിനാണ് എത്രയും നേരത്തെ നിക്ഷേപം തുടങ്ങാൻ വിദഗ്ധർ പറയുന്നത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊരു നിക്ഷേപത്തിൻ്റെയും ലക്ഷ്യം മുൻകൂട്ടി നിശ്ചയിക്കുക എന്നതാണ്. ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിക്ഷേപത്തിൽ പോർട്ട്ഫോളിയോയിലും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി ഏതെല്ലാം തരത്തിലുള്ള പോർട്ട്ഫോളിയോകളാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യമായി ഗ്രോത്ത് പോർട്ട്ഫോളിയോ ആണ്. ഗ്രോത്ത് പോർട്ട്ഫോളിയോകൾ പൊതുവെ ഓഹരി വിപണികളേക്കാൾ വേഗത്തിൽ വളരുന്ന ഒന്നാണ്. അതിനാൽ തന്നെ അവയ്ക്ക് നഷ്ടസാധ്യതയും കൂടുതലാണ്. അടുത്ത ടൈപ്പ് ഇൻകം പോർട്ട്ഫോളിയോ ആണ്. ഇവ പൊതുവെ അപകട സാധ്യത കുറവായാണ് കണക്കാക്കപ്പെടുന്നത്. മികച്ച ലാഭവിഹിതം തരുന്ന കമ്പനികളാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. അടുത്തതായി കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ ആണ് വരുന്നത്. ഗ്രോത്ത് പോർട്ട്ഫോളിയോയും ഇൻകം പോർട്ട്ഫോളിയോയും കൂടിക്കലർന്ന നിക്ഷേപമാണ് ഒരു കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. ഇനി ഏതെല്ലാം തരത്തിലുള്ള സ്റ്റോക്കുകളാണ് ഈ പോർട്ട്ഫോളിയോകൾക്കായി തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഗ്രോത്ത് സ്റ്റോക്കുകളാണ് വരുന്നത്. ഇത്തരം ഓഹരികൾ മറ്റുള്ളവയെ അപേക്ഷിച്ച് മൂല്യത്തിൽ പെട്ടെന്ന് വർധന കാണിക്കുമെങ്കിലും നഷ്ടസാധ്യതയും കൂടുതലാണ്. അടുത്തത് ഇൻകം സ്റ്റോക്സ് ആണ്. ഇവ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കമ്പനികൾ പ്രഖ്യാപിക്കുന്ന ലാഭവിഹിതത്തിലൂടെ ഒരു സ്ഥിര വരുമാനം നിക്ഷേപകന് നൽകുന്നു.
അടുത്തതായി വരുന്നത് സൈക്ലിക്കൽ സ്റ്റോക്സ് ആണ്. ഇവയിലെ റിട്ടേണുകൾക്ക് ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് എയർലൈൻ കമ്പനികൾ, ബാങ്കുകൾ, നിർമ്മാണ മേഖലയിലെ കമ്പനികൾ എല്ലാം സൈക്ലിക്കൽ സ്റ്റോക്കുകളായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇവ ശരിയായ സമയത്ത് വാങ്ങുകയാണെങ്കിൽ മികച്ച വരുമാനവും നൽകുന്നു. ഇനിയുള്ളത് സ്പെക്യുലേറ്റീവ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കുകളാണ്. അവ വളരെ ഉയർന്ന റിസ്ക് ഉള്ള നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നു. പുതിയ സ്റ്റാർട്ടപ്പുകൾ പോലെയുള്ള കമ്പനികളെല്ലാം സ്പെക്യുലേറ്റീവ് സ്റ്റോക്കുകൾക്ക് ഉദാഹരണമാണ്. ഒരു പോർട്ട്ഫോളിയോ പാകപ്പെടുത്തുന്നതിന് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വരും വീഡിയോകളിൽ മികച്ച ഓഹരികൾ ഉൾപ്പെടുത്തി സാമ്പിൾ പോർട്ട്ഫോളിയോകൾ വരുന്നതായിരിക്കും. നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം വിലയിരുത്തി നിക്ഷേപത്തിന് മുതിരാവുന്നതാണ്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്